ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആയിട്ടുള്ള 18 മത്സരാർത്ഥികളുടെ ലിസ്റ്റ് നമ്മൾ പങ്കുവച്ച സമയത്ത് അതിനകത്ത് രേണു സുധിയുടെ പേര് കണ്ടപ്പോൾ, അതായത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം കോൺട്രവേഴ്സീസ് ഇപ്പം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കുന്ന ഒരു വ്യക്തിക്ക്, ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും രേണു സുധിയുടെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു കണ്ടന്റോ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ അത്രയും ഫെയിം ആയിട്ടുള്ള രേണു സുധി പ്രാവശ്യം ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പേരാണ് താഴെ കമന്റ്സ് ആയിട്ട് വരുന്നത്. രേണുവിനെ എന്തിനാണ് ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുപ്പിക്കുന്നത്, രേണു വേണ്ട, രേണു ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു ഷോ കാണില്ല, ഈ ഒരു സീസൺ ഞങ്ങൾ കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേരാണ് താഴെ അഭിപ്രായങ്ങളായിട്ട് എത്തുന്നത്. അപ്പോൾ രേണു സുധിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ബാഡ് കമന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഈ പറയുന്ന രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, എത്ര പേര് ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ രേണു സുധി പങ്കെടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരത്തെ സപ്പോർട്ട് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ആ ഒരു വീഡിയോന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ കാണണം. ദേ കിടക്കുന്നു ചട്ടിങ്കലോ എന്ന് പറയുന്ന പോലെ അതിന്റെ അടിയിൽ ഫുള്ള് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ. രേണു വരട്ടെ, രേണു വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, രേണു ഒരു പാവമാണ്, രേണു സുധി പങ്കെടുത്താൽ എന്താണ് പ്രശ്നം, ആർക്കാണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോ ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് തന്നെ വളരെ വലിയൊരു കണ്ടന്റ് അല്ലെങ്കിൽ വളരെ വലിയൊരു ഇമ്പാക്ട് പുറത്തുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രേണു സുധി. ഇപ്പൊ നമുക്ക് ഒരു കേൾവി കേൾക്കുന്നുണ്ട്, ഇത് കൺഫേം ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് മുമ്പിട്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം തന്നെ ഒരു ഫാമിലി ടാസ്ക് ആണ് ബിഗ് ബോസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഫാമിലി ടാസ്ക് എന്ന് പറയാൻ കഴിയില്ല, കണ്ടസ്റ്റൻസ് കയറുന്ന സമയത്ത് അവരുടെ ഏറ്റവും അടുത്ത ഒരു അടുത്തൊരു ബന്ധുവോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനോ അവർക്കൊപ്പം കയറും എന്നൊരു കേൾവി ഇപ്പൊ കേൾക്കുന്നുണ്ട്. അത്ര കൺഫേം ആണോന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ടാസ്കിന്റെ കാര്യത്തിലൊക്കെ ബിഗ് ബോസ് ഒരുപാട് പ്രാവശ്യം മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതും മാറാം. ഇതിങ്ങനെ കേൾക്കുന്നതാണ്, ഇത് ഏകദേശം കൺഫേം ആണെന്നാണ് അറിയാൻ പറ്റുന്നത്. പക്ഷെ ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ കിട്ടാതെ ഞാനത് ഉറപ്പിച്ച് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ഫാമിലി ടാസ്ക് ആദ്യം തന്നെ വെക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ല, ഈ രേണു സുധി കയറുന്ന സമയത്ത് സുധിച്ചേട്ടന്റെ മൂത്ത മകനായിട്ടുള്ള രാഹുൽ സുധി, അതായത് കിച്ചുവിനെയും കൊണ്ട് കയറുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി കണ്ടന്റ് ആയിരിക്കും അത്. ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്രയും വലിയ TRP റേറ്റിംഗ് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഈ പറയുന്ന രേണു സുധിക്ക് സാധിക്കും. ഈ ഒരു സംഭവം മാത്രം മതി. കിച്ചുവിനെയും കൊണ്ട് രേണു സുധി ബിഗ് ബോസ് ഹൗസിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു അടിപൊളി കിഡിലൻ എപ്പിസോഡ് ആയിരിക്കുള്ളൂ. സാധാരണ ഫാമിലി ടാസ്കുകൾക്കൊക്കെ നമ്മൾ അത്രയും കാണുമ്പോഴേക്ക് ഒരു ഭംഗി തോന്നുന്നത് ആ ഒരു കണ്ടസ്റ്റന്റിന് അത്യാവശ്യം ഫെയിമും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം അവരുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്ന സമയത്ത്. നമുക്ക് ഇതിനു മുമ്പുള്ള സീസണുകൾ നോക്കുകയാണെങ്കിൽ അഖിൽ മാരാറിന്റെ ഫാമിലി വന്നപ്പോൾ അടിപൊളിയായിരുന്നു. ജാസ്മിൻ ജാഫറിന്റെ ഫാമിലി ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫാമിലീസ് ഒക്കെ എത്തുന്ന സമയത്ത് അവിടെ കണ്ടന്റുകൾ കിട്ടാറുണ്ട്. പക്ഷേ ഒരു ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത്രയും നല്ലൊരു കണ്ടന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ രേണു സുധി കിച്ചുവിനെയും കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ഇപ്പൊ വർക്കൗട്ട് ആവും. ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും. ഇപ്പൊ രേണുവിന് ഇഷ്ടമല്ലാത്ത ആൾക്കാരും എന്ന് പറയും, പിന്നെ അത് കാണാനല്ലേ ഞങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ കാണും, രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണില്ല എന്ന് ഇപ്പൊ എന്റെ വീഡിയോന് താഴെ കമന്റുകൾ ഇട്ടാ നിങ്ങൾ എല്ലാവരും കാണും. പൊതുവെ രേണു സുധീന്റെ പല ഒപ്പീനിയനുകളും അല്ലെങ്കിൽ പുള്ളിക്കാരത്തി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വായിട്ടടിക്കുന്ന ഒരു കാര്യങ്ങളും എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമുള്ള കേസൊന്നുമല്ല. രേണു സുധിക്ക് എതിരായിട്ട് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ പുള്ളിക്കാരത്തിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വേണ്ട സമയത്ത് വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ കാണില്ല എന്ന് പറയണ എല്ലാവന്മാരും ബിഗ് ബോസ് കാണുമെന്നുള്ളത് 100% കൺഫേംഡ് ആണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, പിന്നെ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും അടിപൊളി കണ്ടന്റ് ഫാമിലി ടാസ്കിൽ രേണു വരുമ്പോൾ തീർച്ചയായിട്ടും വരും. അതിപ്പോ രേണു സ്വന്തം അച്ഛനെയും കൊണ്ട് വന്നാലും മതി. പുള്ളിക്കാരനും ഇപ്പൊ സോഷ്യൽ മീഡിയ അത്യാവശ്യം ഫെയിമാണ്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്